വി ജയശങ്കർ കൂടിയുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, നേരത്തെ ഉറപ്പ് എന്തൊക്കെയാണ് കുടുംബത്തിന് ഒപ്പം നിന്നുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്നത് മന്ത്രി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ കുടുംബത്തിനെ ഈ ഘട്ടത്തിൽ ചേർത്ത് നിർത്തുകയാണ് സർക്കാർ. ഈ മനൂഭവനം എന്ന കൊച്ചു വീട്ടിലേക്ക് മന്ത്രി എൻ ബാലഗോപാൽ, മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ എത്തിച്ചേർന്നിരിക്കുന്നു. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടി അവർ വീടിനുള്ളിൽ നിലവിൽ പോയിരിക്കുകയാണ്. ഭയങ്കര അതിവൈകാരികമായൊരു സാഹചര്യമാണ് ഈ വീട്ടിൽ നിലവിൽ ഉള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിയോഗം അതിനു ശേഷം ഈ കഴിഞ്ഞ മണിക്കൂറുകൾ എല്ലാം തന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും ഇങ്ങോട്ടേക്ക് എത്തിയത്. സർക്കാരിനെതിരെയൊക്കെ തന്നെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇരു മന്ത്രിമാരും കൂടി എത്തുന്നത്. രാവിലെ ചിഞ്ചുറാണി ഉൾപ്പെടെ എത്തിയിരുന്നത്. ചിഞ്ചുറാണിയുടെ കഴിഞ്ഞ ദിവസത്തെ ചില പരാമർശങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. ശേഷമാണ് ഇന്ന് രാവിലെ ചിഞ്ചുറാണി എത്തി പിതാവിന് മുമ്പിൽ കുപ്പുകൈയോടുകൂടി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക്. എന്തായാലും മന്ത്രിമാർ നിലവിൽ ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും നിലവിൽ വീടിനുള്ളിലാണ്. കുട്ടിയുടെ അമ്മൂമ്മയുടെ അടുത്തും ഒപ്പം തന്നെ പിതാവിന്റെ അടുത്തും ഒക്കെ തന്നെ ആശ്വാസ വാക്കുകൾ ഇരു മന്ത്രിമാരും പറയുകയാണ്. മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള LDF-ന്റെ CPM-ന്റെ നേതാക്കളും കൊല്ലം ജില്ലയിലെ നേതാക്കളും ഇവിടെ ഇരു മന്ത്രിമാർക്കും ഒപ്പം എത്തിയിട്ടുണ്ട്. വലിയൊരു തിരക്ക് നാട്ടുകാരും ഇവരുടെ അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെ ഒരു ബന്ധുജനങ്ങളുടെ ഒരു തിരക്ക് ഒക്കെ തന്നെ ഈ വീട്ടിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നാളെ വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അത് വീട്ടിൽ നിലവിൽ പുരോഗമിക്കും. എന്തായാലും മന്ത്രിമാർ അല്പസമയത്തിനകം തന്നെ ഈ സന്ദർശനം പൂർത്തിയാക്കി വീടിന് പുറത്തേക്ക് വരും. മന്ത്രി ശിവൻകുട്ടിയും ബാലഗോപാലും തിരികെ പുറത്തേക്ക് വരികയാണ്. മാതാപിതാക്കളെ കണ്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞാണ് ആ ഒരു മടങ്ങി വരവ്. ഈ സന്ദർശനം കൊണ്ട് ഒരുപക്ഷെ കുടുംബത്തിനൊന്നും ആകില്ല, പക്ഷെ അപ്പോഴും ചെറിയൊരു ആശ്വാസം നൽകാൻ ഈ സന്ദർശനത്തിലൂടെ ആകുമെന്നാണ് ഒരു പ്രതീക്ഷ. എന്തായാലും മന്ത്രിമാർ വീട്ടിൽ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. സ്കൂളിൽ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ഉൾപ്പെടെ കുടുംബത്തിന് അടിയന്തര സഹായമായി നൽകാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അവരെന്തായാലും ഇങ്ങോട്ടേക്ക് വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി എത്തിയത്. സത്യത്തിൽ ഈ കുടുംബത്തെ സംബന്ധിച്ചത് നിലവിലെ ഒരു വലിയ വൈകാരിക തലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വലിയ നഷ്ടം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെ മിഥുൻ എന്ന് പറയുന്ന ഉന്നോമന മകനെ നഷ്ടപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. അമ്മ ഇവരും അറിഞ്ഞെങ്കിലും ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. ആ അമ്മ നാളെ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും അതിൽ അതിവൈകാരികമായ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർ ഈ വീട്ടിലേക്ക് വരുന്നത്. ഇന്നലെ നമ്മൾ ഈ രാവിലെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ തുടങ്ങിയ കരച്ചിലാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അമ്മൂമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ കരച്ചിൽ, കണ്ണുനീർ അതുപോലെ ഇവിടെ ഉണ്ട്. വലിയ സങ്കട കാഴ്ചകളാണ് ഈ മനൂഭവനം എന്ന ഈ പണിതീരാത്ത കൊച്ചു വീട്ടിൽ നിന്ന് നമുക്ക് കാണേണ്ടി വരുന്നത്. സർക്കാർ എന്ത് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചാലും എന്ത് തിരികെ നൽകാമെന്ന് പറഞ്ഞാലും അവരുടെ പ്രിയപ്പെട്ട കുട്ടിയുടെ അത്ര വരില്ല. 13ാം ക്ലാസ്സുകാരനാണ്. വലിയ സ്വപ്നങ്ങളുമായി പുതിയ സ്കൂളിലേക്ക് പോയതാണ്. NCC ചേരണം, പട്ടാളത്തിലൊക്കെ ഭാഗമാകണമെന്നൊക്കെ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയാണ് ഇന്നലെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഒരു അനാസ്ഥ മൂലം ഉണ്ടായ അപകടം, അതിലൂടെ ജീവൻ നഷ്ടമായത്. പരസ്പരം വകുപ്പുകൾ പഴിചാരുമ്പോൾ അവിടെ നഷ്ടമായത് ഒരു 13-കാരനാണ്. മിഥുനെയാണ്. അവന്റെ കുടുംബത്തിനാണ്. അവന്റെ വലിയ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് നഷ്ടമായത്. എന്തായാലും മന്ത്രിമാർ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. വീട്ടിലൊക്കെ തന്നെ അതിവൈകാരികമായ സാഹചര്യമാണ് എന്ന് സൂചിപ്പിച്ചതുപോലെ ഭവനം എന്ന ഈ വീട് ഇന്നലെ മുതൽ ഒരു കണ്ണീർ കടൽ തന്നെയായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഈ അമ്മൂമ്മയ്ക്കും ഒപ്പം തന്നെ അച്ഛനും ഒക്കെ തന്നെ ആ കണ്ണുനീർ ഇതുവരെ അവസാനിപ്പിക്കാൻ ആയിട്ടില്ല. അത്രമാത്രം വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് ഈ ഒരു വീട് കടന്നു പോകുന്നത്. ഈ പുതിയ ദൃശ്യങ്ങളൊന്നും ഈ വീട്ടിൽ നിന്നില്ല അനുജ. കാരണം ഇന്നലെ കണ്ട അതേ കണ്ണുനീരും അതേ ദുഃഖവും അതേ വിഷമവും ഒക്കെ തന്നെയാണ് ഈ മണിക്കൂറുകളിലും ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഇതിന്റെ ചേതനയേറ്റ ശരീരം ഇങ്ങോട്ട് വരുമ്പോൾ അതെങ്ങനെ ഈ കുടുംബം, ഈ മനൂഭവനം എന്ന വീടും ഇതിന് ചുറ്റുമുള്ള 1000 മനുഷ്യരും അതെങ്ങനെ കാണും, അതിനോടുള്ള എങ്ങനെ പ്രതികരണം എന്തായിരിക്കും എന്നതിൽ ഇപ്പോഴും നമുക്കൊരു വിശദമായി പറയാൻ സാധില്ല. അത്രമാത്രം ഈ നാടിനെ സംബന്ധിച്ച്, ഈ പ്രദേശത്തെ സംബന്ധിച്ച് വലിയ വൈകാരിക അടുപ്പം മിഥുനമുണ്ട്. കാരണം നാട്ടിലൊക്കെ ജീവമായി ഓടിക്കളിച്ചാടി നടന്നിരുന്ന കുട്ടിയാണ്. എല്ലാവരോടും സംസാരിച്ചിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഈ അപകടത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ പോലും
നാട്ടുകാരോടൊക്കെ ചിരിച്ച് കളിച്ച് സംസാരിച്ചാണ് പോയത്. അച്ഛന്റെ കൈയും പിടിച്ച് ചിരിച്ചു പോയൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ മരണവാർത്തയാണ് പിന്നീട് ഈ വീട്ടുകാരെ തേടിയെത്തുന്നത്. അതിന്റെ ഒരു വിഷമം ഈ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ തന്നെ ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചതാണ്. ആ ഒരു വൈകാരിക തലം ഇവിടെയുണ്ട്, ആ ഒരു വേദനയുണ്ട്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് പോകുന്നത്. നാളെ ഇതിന്റെ ചേതനയേറ്റ ശരീരം ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവരതിനെങ്ങനെ മറികടക്കും, ഇവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് വലിയ ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ടായാലും മന്ത്രിമാർ സന്ദർശനം നടത്തി തിരികെ മടങ്ങിയിരിക്കുന്നു. വീട്ടിലെ കണ്ണീർ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. എന്ത് നഷ്ടപരിഹാരം നൽകിയാൽ, എന്ത് പകരം നൽകിയാൽ ആലും അത് അങ്ങനെ തന്നെ തുടരും. വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രിയും അല്പസമയം മുൻപാണ് മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത്. പിതാവിനെയും അച്ഛമ്മയെയും സഹോദരനെയും ഒക്കെ ആശ്വസിപ്പിച്ചവർ മടങ്ങുകയായിരുന്നു. അതിനു മുൻപ് അവർ ആ സ്കൂളിൽ, അപകടം നടന്ന സ്കൂളിൽ, തേവലക്കര ഹൈസ്കൂളിൽ എത്തിയിരുന്നു. അപകടം നടന്ന സാഹചര്യം, പശ്ചാത്തലം അതെല്ലാം നേരിട്ട് കണ്ട് സാഹചര്യം വിലയിരുത്തി എന്നുള്ളതാണ്. കുടുംബത്തെ ചേർത്ത് നിർത്തും സർക്കാർ എന്നതാണ്. കുടുംബത്തിന് അടിയന്തര ധനസഹായം, സഹോദരൻ്റെ, മിഥുൻ്റെ സഹോദരൻ്റെ പഠിപ്പ്, ഒപ്പം തന്നെ വീട്, ഇത്തരം ഉറപ്പുകൾ നൽകുകയാണ്. പക്ഷേ അവർക്കുണ്ടായ വേദന, അവർക്കുണ്ടായ നഷ്ടം അത് അപരിഹാര്യമാണ്.